നമസ്കാരം. റവന്യൂ ഇൻഫർമേഷൻ ബ്യൂറോയിലേക്ക് സ്വാഗതം. റവന്യൂ വാർത്തകൾ. പ്രധാന വാർത്തകൾ. കേരളത്തിന്റെ എൻ്റെ ഭൂമി ഡിജിറ്റൽ സർവേ പദ്ധതി രാജ്യത്തിനാകെ മാതൃകയെന്ന് മന്ത്രി കെ രാജൻ. റവന്യൂ വകുപ്പിന്റെ മേഖലാ യോഗങ്ങൾക്ക് ജനുവരി 28 തുടക്കമാകും. ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിൽ കാണാതായവരുടെ പട്ടിക ദുരന്ത നിവാരണ അതോറിറ്റി യോഗം അംഗീകരിച്ചു. അത്യാധുനിക ദുരന്ത സാധ്യതാ മുന്നറിയിപ്പ് സംവിധാനം കവചം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. ദുരന്ത സാധ്യതയുള്ള മുഴുവൻ പ്രദേശങ്ങളെയും കവചത്തിന്റെ കീഴിൽ കൊണ്ടുവരുമെന്ന് മുഖ്യമന്ത്രി. വാർത്തകൾ വിശദമായി. പട്ടയ വിതരണം, ഭൂമി തരം മാറ്റം, ഡിജിറ്റൽ സർവേ പ്രകാരമുള്ള അധിക ഭൂമിയുടെ നികുതി, LRM തുടങ്ങിയവ വേഗത്തിലും കാര്യക്ഷമമായും നിർവഹിക്കുവാനുള്ള റവന്യൂ വകുപ്പിന്റെ മേഖലാ യോഗങ്ങൾക്ക് ജനുവരി 28 തുടക്കമാകും. ജില്ലാ കളക്ടർമാർ, ഡെപ്യൂട്ടി കളക്ടർമാർ, തഹസീൽദാർമാർ, LR തഹസീൽദാർമാർ, സർവേ ഡെപ്യൂട്ടി ഡയറക്ടർ, സർവേ സൂപ്രണ്ട്, ജോയിന്റ് ഡയറക്ടർ തുടങ്ങിയവർ പങ്കെടുക്കുന്ന റവന്യൂ മേഖലാ യോഗങ്ങൾ റവന്യൂ മന്ത്രി കെ രാജന്റെ അധ്യക്ഷതയിലാണ് ചേരുന്നത്. 28 തിരുവനന്തപുരത്ത് നടക്കുന്ന ആദ്യ യോഗത്തിൽ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിലെ ഉദ്യോഗസ്ഥർ പങ്കെടുക്കും. കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകൾക്കായി 31 എറണാകുളത്തും പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്കായി ഫെബ്രുവരി 3 കോഴിക്കോടുമാണ് മന്ത്രിയുടെ അധ്യക്ഷതയിലുള്ള യോഗങ്ങൾ ചേരുന്നത്. കേരളത്തിന്റെ ഡിജിറ്റൽ സർവേ പദ്ധതിയായ എൻ്റെ ഭൂമി രാജ്യത്തിനു മുഴുവൻ മാതൃകയാണെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. മികവുറ്റ സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തി ഏകീകൃത പോർട്ടലിലൂടെ ഡിജിറ്റൽ ലാൻഡ് സർവേ സാധ്യമാക്കുന്നതിൽ കേരളം മുൻപന്തിയിലാണ്. ഡിജിറ്റൽ ഭൂവിനിയോഗത്തിലൂടെ സാമൂഹ്യ വികസനം, സാമ്പത്തിക വളർച്ച, ഭൂമി തർക്കങ്ങളുടെ പരിഹാരം, തദ്ദേശ തലത്തിലുള്ള സമഗ്ര വികസനം എന്നിവയും നടപ്പിലാക്കാനാകുമെന്ന് റവന്യൂ മന്ത്രി പറഞ്ഞു. കേരള സംസ്ഥാന സർവേ ഡയറക്ടറേറ്റ് പുതുച്ചേരി സർവേ ഉദ്യോഗസ്ഥർക്കായി തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു റവന്യൂ മന്ത്രി. പുതുച്ചേരി സർവേ വകുപ്പിൽ നിന്നുള്ള 30 ഉദ്യോഗസ്ഥർക്ക് വേണ്ടി 1 മാസം നീണ്ടു നിൽക്കുന്ന പരിശീലന പരിപാടിയാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. സമഗ്ര ഇൻ്റഗ്രേറ്റഡ് പോർട്ടലായ എൻ്റെ ഭൂമി പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ, സാങ്കേതിക വികസനങ്ങൾ, നടപ്പിലാക്കിയിട്ടുള്ള നവീന മാതൃകകൾ തുടങ്ങിയവ പരിശീലന പരിപാടിയിൽ വിശദീകരിക്കും. സർവേ ഡയറക്ടർ സി റാം സാംബശിവ റാവു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പുതുച്ചേരി ജില്ലാ കളക്ടറും റവന്യൂ സ്പെഷ്യൽ സെക്രട്ടറിയുമായ എ കുലോത്തുംഗൻ, പുതുച്ചേരി സർവേ ഡയറക്ടർ സി സെന്തിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിൽപ്പെട്ട് കാണാതായി ഇതുവരെയും തിരിച്ചറിയാത്ത 32 പേരുടെ ലിസ്റ്റ് ദുരന്ത നിവാരണ അതോറിറ്റി യോഗം അംഗീകരിച്ചു. ദുരന്തത്തിൽ ഉൾപ്പെട്ട 231 മൃതദേഹങ്ങളും 223 മൃതദേഹ ഭാഗങ്ങളുമാണ് കണ്ടെടുത്തത്. ഇതിൽ ആദ്യ ദിവസം തിരിച്ചറിഞ്ഞ ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്ത 19 മൃതദേഹങ്ങളും DNA സാമ്പിളുകൾ ശേഖരിക്കാൻ കഴിയാത്ത 3 മൃതദേഹങ്ങളും ഒഴികെ ബാക്കി 432 DNA സാമ്പിളുകളാണ് ശേഖരിച്ചത്. 99 പേരെ DNA പരിശോധനയിൽ തിരിച്ചറിഞ്ഞു. ദുരന്തത്തിൽ ഉൾപ്പെട്ടു മരണപ്പെട്ട 167 പേരെ ബന്ധുക്കൾ തിരിച്ചറിഞ്ഞിരുന്നു. ഇത്തരത്തിൽ 266 പേരെയാണ് ആകെ തിരിച്ചറിഞ്ഞത്. ദുരന്തത്തിൽ ഉൾപ്പെട്ട് കാണാതായ ബാക്കിയുള്ള 32 പേരുടെ ലിസ്റ്റാണ് ഇപ്പോൾ അംഗീകരിച്ചിട്ടുള്ളത്. പ്രസ്തുത ലിസ്റ്റ് ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി, റവന്യൂ ദുരന്ത നിവാരണം പ്രിൻസിപ്പൽ സെക്രട്ടറി, തദ്ദേശ സ്വയംഭരണ പ്രിൻസിപ്പൽ സെക്രട്ടറി എന്നിവർ അടങ്ങിയ സംസ്ഥാനതല സമിതി പരിശോധിക്കുകയും അവരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇവരെ ദുരന്തത്തിൽ മരണപ്പെട്ടവരായി കണക്കാക്കി സർക്കാർ ഉത്തരവ് ഇറക്കും. കേരളത്തിലെ ദുരന്ത സാധ്യതയുള്ള മുഴുവൻ പ്രദേശങ്ങളെയും കേരള വാർണിംഗ്സ് ക്രൈസിസ് ആൻഡ് ഹസാർഡ്സ് മാനേജ്മെന്റ് സിസ്റ്റം കവചത്തിന്റെ കീഴിൽ കൊണ്ടുവരാൻ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി സജ്ജമാക്കിയ മുന്നറിയിപ്പ് സംവിധാനമായ കവചത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ദേശീയ ചുഴലിക്കാറ്റ് പ്രതിരോധ പദ്ധതിയുടെ ഭാഗമായി ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി, ലോകബാങ്ക് എന്നിവരുടെ സാമ്പത്തിക സഹായത്തോടെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി തയ്യാറാക്കിയ മുന്നറിയിപ്പ് സംവിധാനമാണ് കവചം. സംസ്ഥാനത്ത് വിവിധ സ്ഥലങ്ങളിൽ സ്ഥാപിച്ച 91 സൈറണുകൾ പ്രവർത്തിപ്പിച്ചായിരുന്നു ഉദ്ഘാടനം.
റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്, ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, ഇന്ത്യൻ നാഷണൽ സെന്റർ ഫോർ ഓഷൻ ഇൻഫർമേഷൻ സർവീസസ്, കേന്ദ്ര ജല കമ്മീഷൻ എന്നിവയുടെ അതിതീവ്ര ദുരന്ത മുന്നറിയിപ്പ് സംസ്ഥാനത്തെ എല്ലായിടത്തേക്കും എത്തിക്കുന്ന സംവിധാനമാണിത്. കവചത്തിന്റെ ഭാഗമായി ഒരു സിറ്റിസൺ പോർട്ടലും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന എമർജൻസി കോൾ സെന്ററുകളും സജ്ജീകരിച്ചിട്ടുണ്ട്. പോലീസിന്റെയും അഗ്നിരക്ഷാ സേനയുടെയും ദേശീയ ദുരന്ത നിവാരണ സേനയുടെയും കൺട്രോൾ റൂമുകൾ എമർജൻസി ഓപ്പറേഷൻ സെന്ററുകളുമായി കണ്ണി ചേർത്തിട്ടുമുണ്ട്. വെള്ളായണി കായൽ ജലവിധാനത്തിനടിയിൽപ്പെട്ട കർഷകരുടെ ഭൂമിക്ക് ന്യായമായ പ്രതിഫലം ലഭ്യമാകുമെന്ന് മന്ത്രി കെ രാജൻ. തിരുവനന്തപുരം വെള്ളായണിക്കായൽ ജലവിധാനത്തിനടിയിൽപ്പെട്ടുപോയ കർഷകരുടെ ഭൂമിക്ക് ന്യായമായ പ്രതിഫലം ലഭിക്കണമെന്നാണ് സർക്കാരിൻ്റെ ആഗ്രഹമെന്നും അതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും റവന്യൂ മന്ത്രി കെ രാജൻ നിയമസഭയിൽ അറിയിച്ചു. കർഷകരുടെ സ്ഥലം ഏറ്റെടുത്ത് നഷ്ടപരിഹാരം നൽകുന്നതിന് ബാക്കിയുള്ള തുക അനുവദിക്കുന്നതിനുള്ള ഫയൽ ജലവിഭവ വകുപ്പിന് കൈമാറിയിട്ടുണ്ട്. ആ വകുപ്പ് അത് സംബന്ധിച്ചുള്ള നടപടി സ്വീകരിച്ചു വരികയാണ്. എം വിൻസെന്റ് MLA ഉന്നയിച്ച ഉപക്ഷേപത്തിന് മറുപടി പറയുകയായിരുന്നു മന്ത്രി. ഭൂരേഖ തഹസീൽദാർമാരുടെ റിപ്പോർട്ട് പ്രകാരം പ്രസ്തുത ഭൂമിയുടെ ആകെ വിസ്തീർണം 9221.09 ആഴ്സ് ആണ്. പുനർനിശ്ചയിച്ച തുകയുടെ അടിസ്ഥാനത്തിൽ സ്ഥലം ഏറ്റെടുത്ത് നഷ്ടപരിഹാരം നൽകുന്നതിന് ആകെ 65,24,05,526 രൂപ ആവശ്യമാണെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ നഷ്ടപരിഹാരം നൽകുന്നതിന് 6,32,12,751 രൂപ കഴിച്ച് ബാക്കിയുള്ള 58,91,92,775 രൂപ അനുവദിക്കുന്നതിന് ഫയൽ ജലവിഭവ വകുപ്പിന് കൈമാറിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. റവന്യൂ ഉദ്യോഗസ്ഥർക്ക് മികച്ച തെരഞ്ഞെടുപ്പ് നടത്തിപ്പിനുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ബഹുമതി. കഴിഞ്ഞ വർഷം നടന്ന പൊതു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഏറ്റവും മികച്ച പ്രവർത്തനം നടത്തിയ ജില്ലാ വരണാധികാരികൾക്ക് സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഏർപ്പെടുത്തിയ ബഹുമതി എറണാകുളം ജില്ലാ കളക്ടർ NSK ഉമേഷ്, പാലക്കാട് ജില്ലാ കളക്ടർ ഡോക്ടർ S ചിത്ര, തൃശൂർ ജില്ലാ കളക്ടറായിരുന്ന കൃഷ്ണ തേജ എന്നിവർക്ക് ലഭിച്ചു. തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലെ മികച്ച ആശയ സാക്ഷാത്കാരത്തിന് കാസർഗോഡ് ജില്ലാ കളക്ടർ K ഇമ്പശേഖർ അർഹനായി. കൽപ്പറ്റ തഹസീൽദാർ സജി RS മികച്ച ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസറായും, ചങ്ങനാശ്ശേരി ഡെപ്യൂട്ടി തഹസീൽദാർ ജയശങ്കർ K, കൊട്ടാരക്കര ഡെപ്യൂട്ടി തഹസീൽദാർ സതീഷ് K ഡാനിയൽ എന്നിവർ മികച്ച അസിസ്റ്റന്റ് ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസറായും തിരഞ്ഞെടുക്കപ്പെട്ടു. ദേശീയ സമ്മതിദായക ദിനത്തോടനുബന്ധിച്ചാണ് ബഹുമതികൾ പ്രഖ്യാപിച്ചത്. തിരുവനന്തപുരം കളക്ട്രേറ്റിലെ ജൂനിയർ സൂപ്രണ്ടായിരുന്ന സജി ദേവിന് റവന്യൂ ഇൻഫർമേഷൻ ബ്യൂറോയുടെ ആദരാഞ്ജലികൾ. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു.